എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുണ്ട്. SIR പട്ടികയിൽ ഉൾപ്പെടാത്തവരെ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും മറ്റ് ക്ഷേമ ആനുകൂല്യ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ 2 സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ അത് നടപ്പിലാകുമോ, മറ്റു പെൻഷനുകൾ എങ്ങനെ, സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് VD സതീശൻ നൽകിയിട്ടുള്ള ഒരു പ്രസ്താവന, ഇതെല്ലാം ഉണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. SIR പട്ടികയിൽ ഇല്ലാത്തവർക്ക് റേഷനും പെൻഷനും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് തീരുമാനമെടുക്കാൻ ബംഗാൾ, ബീഹാർ സർക്കാരുകൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ്. ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ റേഷൻ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകില്ല എന്നുള്ളതാണ് വരുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തും SIR പട്ടികയിൽ ഉൾപ്പെടാത്ത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, റേഷൻ വാങ്ങുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ഈ ഒരു ഗതി വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഇതിനോടൊപ്പം പങ്കുവെക്കുകയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അങ്ങനെ തീരുമാനം എടുക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. SIR പട്ടികയിൽ ഇല്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ബീഹാർ, ബംഗാൾ സർക്കാരുകൾ തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, റേഷൻ തുടങ്ങിയവ നൽകില്ല. ഇന്ത്യൻ പൗരൻ അല്ലാത്തവർക്ക് ആനുകൂല്യം നൽകുന്നത് എന്തിനാണ് എന്ന് ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോൾ ചോദിച്ചിരിക്കുകയാണ്. SIRന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ. റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ തീരുമാനിച്ചിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവയിൽ നിന്നും പട്ടികയിൽ ഇല്ലാത്തവർക്ക് നൽകില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഈ കർശന നിലപാട് വ്യക്തമാക്കിയത്. SIRൽ നിന്ന് പുറത്തായെങ്കിലും ട്രൈബ്യൂണൽ അപ്പീൽ നൽകിയവർക്ക് നടപടി പൂർത്തിയാക്കുന്നത് വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്കുകളും റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പൗരാവകാശ ലംഘനമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം നിലനിൽക്കെയാണ് ഈ നടപടി. നമ്മുടെ സംസ്ഥാനത്തും നിരവധി പേരാണ് SIR പട്ടികയിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പദ്ധതിയിൽ നിന്നൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൂരമാണ്. അപ്പീൽ നിൽക്കാൻ അവകാശം ഈ ഒരു ബീഹാർ സർക്കാർ നൽകിയിട്ടില്ല. ബംഗാൾ സർക്കാർ അതിന്റെ സാവകാശം നൽകിയിട്ടുണ്ട് എങ്കിൽ ബീഹാർ സർക്കാർ അതിനുള്ള സാവകാശം പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ക്രൂരമാണ്. കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചിരുന്നു. ഈ സമയത്ത് പത്രക്കാർ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻ സർക്കാരിന്റെ നല്ല പദ്ധതികൾ തുടരുമോ എന്നുള്ളത്. ഇതിന് VD സതീശൻ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ നിർണായകമാണ്. മുൻ സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയും പുതിയ സർക്കാർ നിർത്തലാക്കില്ല. അങ്ങനെ മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന പദ്ധതികൾ നിർത്തലാക്കുകയാണ് എങ്കിൽ കേരളം തന്നെ ഉണ്ടാകുമായിരുന്നോ, കേരളത്തിൽ വല്ല പദ്ധതികളും നടപ്പിലാകുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുൻ സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം മുൻ സർക്കാർ, അതായത് പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഇത് കൊണ്ടുവരികയും കാലാവധി അവസാനിക്കാൻ 3 മാസം മാത്രം ശേഷിക്കെ ഇത് തുടങ്ങുകയും ചെയ്തു. പക്ഷെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത് കുടിശ്ശിക വരുത്തുകയും അല്ലെങ്കിൽ നിർത്തിവെക്കുകയും ചെയ്ത പദ്ധതിയാണ്. അതുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് ഏത് രീതിയിലാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പദ്ധതികളും അങ്ങനെ തന്നെയായിരിക്കും. മുൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണ് എങ്കിൽ നിരവധി പദ്ധതികൾ, സെറ്റിൽമെന്റ് ആക്ട്, അതുപോലെ തന്നെ ഭൂമി മൊത്തത്തിൽ അളക്കുന്ന പദ്ധതി, ഇതൊക്കെ തുടരുകയാണ്. അതൊന്നും പുതിയ സർക്കാർ നിർത്തിവെക്കാത്ത പദ്ധതികളാണ്. അതൊക്കെ തുടരും. ഇതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഈ മാസം ഉണ്ടായില്ല എങ്കിൽ പോലും അടുത്ത മാസം മുതൽ അത് കിട്ടിത്തുടങ്ങും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മെയ് മാസത്തെ പെൻഷന്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ മാസം 25 മുതൽ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ ഇപ്പോൾ 18-ാം തീയതി മുതൽ അധികാരമേൽക്കുകയാണ്. മുഴുവൻ മന്ത്രിമാരും ഒറ്റ തവണയായും കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പിന്നീട് സഭ ചേരുകയും എല്ലാ അംഗങ്ങളും MLA മാരായിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. പിന്നീട്
നയപ്രഖ്യാപനവും ബജറ്റും ഉണ്ടാകും. ഇതിലേക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും നമുക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര ഇതിനു ശേഷമായിരിക്കും തുടങ്ങുക. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കാത്തതിനെതിരെ സമരം ചെയ്തിരുന്നു. പക്ഷേ വളരെ ഒരു മണ്ടത്തരമായിട്ടുള്ള സമരം എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ ഒരു സർക്കാർ ഇല്ലാത്ത സമയത്താണ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇങ്ങനെ തലയും വാലും ഇല്ലാത്ത ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു അപഹാസ്യമായി തോന്നുന്നു. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒരു കാവൽ മന്ത്രിസഭയാണ്. അതിന് ഔദ്യോഗികമായിട്ട് ഒന്നും ചെയ്യാനില്ല. നിലവിൽ അടുത്ത അധികാരം ഏൽക്കുന്നത് വരെ അത് തുടരുക എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിട്ടുണ്ട്. മന്ത്രിസഭ ഗവർണർ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത്. ഇത് സ്വയം കോമാളികളാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സമരം ചെയ്തിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പദ്ധതി UDFന്റെ വാഗ്ദാനമാണ്. അത് അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ സമരമൊക്കെ ചെയ്യണം, അത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ഒരു സർക്കാർ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സമരം എന്നുള്ളത് ഫുൾ കോമഡി ആയി പോയി എന്നുള്ളത് പറയാതെ വയ്യ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.